വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. അപ്രധാന തസ്തികയിലേക്ക് മാറ്റി എതിർപ്പ് ശമിപ്പിക്കാനാണ് സർക്കാർ ശ്രമം. സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് MR അജിത് കുമാറിനെ മാറ്റി നിർത്താനാണ് സാധ്യത. അതേസമയം തൃശൂർ പൂരം വിവാദത്തിലെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ കൈമാറിയേക്കും. ചെന്നൈയിലുള്ള ADGP തിരിച്ചെത്തിയാൽ ഉടൻ റിപ്പോർട്ട് DGPക്കും മുഖ്യമന്ത്രിക്കും കൈമാറും. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, വിവാദങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാൻ ഭയമെന്നടക്കം പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷത്തിന്റെ വിമർശനം നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സുപ്രധാനമായ കാര്യങ്ങൾ എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താവുമെന്നത് ആകാംക്ഷയാണ്. ഒപ്പം ഈ വിവാദമായി ഇന്നലെ കൂടി വലിയ കൊള്ളക്കമുണ്ടാക്കിയ ആ റിപ്പോർട്ടും അങ്ങനെ സർക്കാരിന്റെ കയ്യിലേക്ക് എത്തുകയാണോ? ഗോകുല, ഈ ADGP MR അജിത് കുമാറിനെതിരെ DGP നടത്തുന്ന അന്വേഷണത്തിന് ഇനിയും 2 ആഴ്ച സമയമുണ്ട്. മുഖ്യമന്ത്രി ഇതുവരെ എടുത്തിരുന്ന നിലപാടെന്ന് പറയുന്നത് DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അന്വേഷണത്തിൽ ഈ ഭരണമുന്നണിക്ക് അകത്ത് നിന്നും സർക്കാരിനകത്ത് നിന്നും പോലും വലിയ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിന് നേരിടേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം CPIയുടെ നേതാക്കളടക്കം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. CPI മന്ത്രി പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി മൗനം തുടരുകയായിരുന്നു. ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അതിൽ എന്ത് നിലപാടെടുക്കുന്നത് ഏറെ നിർണായകമാണ്. കാരണം ഈ മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിലാണ് ADGP MR അജിത് കുമാർ ഇതുവരെ തുടരുന്നു എന്നാണ് ADGP MR അജിത് കുമാറിനെതിരായ നടപടിയിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഒപ്പം തന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട്, അത് ADGP ഇത്രകാലം വൈകിയ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്ക് നൽകണം എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോൾ 5 മാസത്തിന് ശേഷം അത് സർക്കാരിന്, DGPക്കും മുഖ്യമന്ത്രിക്കും ഉടൻ തന്നെ ADGP കൈമാറുമെന്ന വിവരം കൂടിയാണ് ഈ പകൽ രാവിലെ വരുന്നത്. PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങളും തുടർന്നുള്ള വിവാദങ്ങൾക്കുമിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. രാവിലെ 11 മണിക്കാണ് വാർത്താ സമ്മേളനം. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ, തൃശൂർ പൂരം വിവാദം, P ശശിക്കെതിരായ പരാതി, മുന്നണിക്കകത്തെ അതൃപ്തി തുടങ്ങിയ വിഷയങ്ങളിൽ അടക്കം മുഖ്യമന്ത്രി പ്രതികരിക്കുമെന്നാണ് കരുതുന്നത്. തൃശൂർ പൂരം വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് CPI സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് മുഖ്യമന്ത്രി മൗനം വെടിയുന്നത്. കവിയൂർ പൊന്നമ്മയ്ക്ക് വിട. അന്തരിച്ച ചലച്ചിത്ര താരം കവിയൂർ പൊന്നമ്മയുടെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം രാവിലെ 9 മുതൽ 12 മണി വരെ കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. മമ്മൂട്ടി, മോഹൻലാലും അടക്കമുള്ള സിനിമാ താരങ്ങൾ ഇവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കും. വൈകിട്ട് 4 മണിക്ക് ആലുവ കരിമാലൂരിൽ വീട്ടുവളപ്പിലാണ് സംസ്കാരം. അർബുദം ബാധിച്ച് ഏറെ നാളായി ചികിത്സയിലായിരുന്ന കവിയൂർ പൊന്നമ്മ ഇന്നലെ വൈകിട്ടാണ് മരിച്ചത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, 6 പതിറ്റാണ്ട് കാലം മലയാള സിനിമയിൽ ഒരു അമ്മയായി, മലയാള സിനിമയിലെ എല്ലാ താരങ്ങൾക്കും പ്രിയപ്പെട്ട ഒരു അമ്മയായി നിന്ന നടിയാണ് വിടവാങ്ങുന്നത്. അമ്മ റോളുകളിൽ ഒതുങ്ങിപ്പോയെന്ന അതിനപ്പുറത്തേക്ക് അഭിനയ സാധ്യതകൾ ഉണ്ടായിരുന്നില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോഴും വലിയ നഷ്ടമാണ് സിനിമയ്ക്ക്, സാംസ്കാരിക കേരളത്തിന്. ഇന്നത്തെ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഗോകുൽ, ഇന്ന് ഏകദേശം 8:30 ലിസി ഹോസ്പിറ്റലിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് ഇറക്കുക. അതിനുശേഷം കളമശ്ശേരിയിലുള്ള ടൗൺ ഹാളിലായിരിക്കും പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. 9 മണി മുതൽ 12 മണി വരെയാണ് അവിടെ പൊതുദർശനം. മമ്മൂട്ടി, മോഹൻലാലും അടക്കമുള്ള പ്രമുഖർ അങ്ങോട്ടേക്ക് എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കും എന്നാണ് ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അവിടെ നിന്ന് കരിമാളൂരുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയും പൊതുദർശനമുണ്ട്. 4 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം എന്നാണ് ഇതുവരെ തീരുമാനിച്ചിരിക്കുന്നത്. ഏറെ നാളായി കരിമാലൂരിലായിരുന്നു താമസം. ഈ രോഗം സ്ഥിരീകരിച്ച ശേഷം പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് തന്നെ, ഇവിടെ തന്നെയായിരുന്നു. ഏകദേശം കഴിഞ്ഞ വർഷം മെയ്യോടുകൂടിയാണ് പൊന്നമ്മക്ക് ഇത്തരത്തിൽ അർബുദം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് നിരവധി തവണ ആശുപത്രിയിലേക്ക് പോകുന്ന ഘട്ടങ്ങളുണ്ടായാലും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇത്തവണയും സമാനമായ രീതിയിൽ കവിയൂർ പൊന്നമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നായിരുന്നു അടുത്ത ബന്ധുക്കളും അതോടൊപ്പം സഹപ്രവർത്തകരുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അത് ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് വലിയ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ അമ്മ വേഷങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി എന്ന് പൊതുസമൂഹത്തിൽ
അദ്ദേഹത്തിനും സാംസ്കാരിക മേഖലയിലെ ആളുകൾക്കും ഒക്കെ പരാതി ഉണ്ടെങ്കിലും പൊന്നമ്മ ചേച്ചിക്ക് അത്തരത്തിലൊരു പരാതി ഉള്ളതായി നമുക്കറിയില്ല. കാരണം എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. സിനിമയ്ക്കകത്തുള്ളവർ മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഒരു ഘട്ടത്തിൽ അവരോട് സംസാരിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും അവരൊരു അമ്മയായി മാറുന്ന സ്വഭാവം അത്തരത്തിൽ ഉള്ള ആൾ കൂടിയാണ് അവർ. 12-ാം വയസ്സിലാണ് കലാരംഗത്തേക്ക് എത്തുന്നത്. ജി ദേവരാജൻ മാസ്റ്ററാണ് നാടക ഗാനരംഗം ആലപിക്കുന്നതിന് വേണ്ടി എത്തിച്ചത്. പിന്നീട് തൊപ്പിൽ ബാസിയാണ് അവരെ നാടകത്തിൽ നായികയാക്കുന്നത്, മൂലധനം എന്ന നാടകത്തിൻ്റെ ഭാഗമാക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കലാജീവിതം ആരംഭിക്കുന്നു. 14-ാം വയസ്സിൽ സിനിമയിലേക്ക് എത്തുന്നു. ഏറ്റവും ആദ്യത്തെ സിനിമ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയാണ്. അതിനുശേഷം 2021 ഇറങ്ങിയ ആണും പെണ്ണും വരെയുള്ള സിനിമയിലൂടെയുള്ള യാത്ര അത് വളരെ വലുതാണ്. ഒരു ഒരുപക്ഷെ മലയാള സിനിമാ ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏട് അത് കവിയൂർ പൊന്നമ്മ എന്ന പേജ് തന്നെയായിരിക്കും. കാരണം അത്രമേൽ അഭിനയ സമ്പത്തുണ്ട്, അത്രമേൽ സിനിമാ പാരമ്പര്യമുണ്ട്. ഏകദേശം 1000-ലധികം വരുന്ന സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. മികച്ച നടി എന്ന് എത്രയോ വട്ടം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ്, നമ്മൾ സ്ക്രീനുകളിൽ കണ്ടതാണ്. 71, 72, 73 വർഷങ്ങളിൽ തുടർച്ചയായി മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ചേച്ചിക്ക് ലഭിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ നിരവധി സിനിമകളിൽ, അതായത് സൂപ്പർ സ്റ്റാറുകളോടൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന തരത്തിൽ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു അഭിനയ പാഠവും അവർക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ബിഹേവിയറൽ ആക്ടിങ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ തുടക്കം കവിയൂർ പൊന്നമ്മയിലൂടെയൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. സ്വസിദ്ധമായ ശൈലിയിൽ ഒരു തരത്തിലുള്ള ഏച്ചുകെട്ടലുമില്ലാതെ നൽകുന്ന കഥാപാത്രങ്ങൾ സ്ക്രീനിൽ എത്തിക്കുക എന്ന് വളരെ വ്യക്തമായി അവർ ചെയ്തിരുന്നു. ഒരമ്മയുടെ കരച്ചിലും സഹോദരിയുടെ കരച്ചിലും ഒക്കെ മലയാളി സ്ക്രീനിൽ കണ്ട് മലയാളികൾ കരഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും കൂടുതൽ കവിയൂർ പൊന്നമ്മയുടെ സങ്കടമായിരിക്കും. സിനിമയിൽ കവിയൂർ പൊന്നമ്മ കരഞ്ഞാൽ സ്വാഭാവികമായും പ്രേക്ഷകനും കരയുന്ന കാഴ്ചകളൊക്കെ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. അത് അവരോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാമാണ്. മലയാളികൾക്ക് വാത്സല്യം എന്ന ഇതിന്റെ മറുപേരായിരുന്നു കവിയൂർ പൊന്നമ്മ എന്ന് ഉറപ്പിച്ചു. മലയാള സിനിമയിലെ അമ്മ മുഖമാണ്, വാത്സല്യത്തിന്റെ പര്യായമായ നടിയാണ്. ഒരുപാട് നടിതരന്മാർ അവരുടെ വ്യക്തിപരമായ കൂടി സങ്കടം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചാലും തീരാനഷ്ടം മലയാള സിനിമയ്ക്ക്. അമ്മ വേഷങ്ങളിൽ തിളങ്ങി നിന്ന കവിയൂർ പൊന്നമ്മയുടെ വാക്കും നോക്കും ചിരിയും മലയാളിക്ക് സുപരിചിതമാണ്. അതുപോലെ തന്നെ പ്രസിദ്ധമാണ് കവിയൂർ പൊന്നമ്മയുടെ നെറ്റിയിലെ വലിയ ചുവന്ന പൊട്ട്. ആ പൊട്ട് തൊട്ട് തുടങ്ങിയതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഫ്ലവേഴ്സിൽ കവിയൂർ പൊന്നമ്മ ആ കഥ പറഞ്ഞിരുന്നു. പൊന്നമ്മയ്ക്കന്ന് 8 വയസ്സാണ് പ്രായം. അച്ഛൻ TP ദാമോദരന്റെ വിരലിൽ തൂങ്ങി ആ 8 വയസ്സുകാരി കോട്ടയത്ത് പോയി. വെറുതെ പോയതല്ല, MS സുബ്ബലക്ഷ്മിയുടെ പാട്ട് കേൾക്കാൻ പോയതാണ്. ആ പോക്കാണ് വട്ടപ്പൊട്ടിനെ കൂടെ കൂട്ടാൻ കാരണമായത്. സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്ന് തിളങ്ങണു. വൈരമൂക്കുത്തി, വൈരക്കമ്മല്, വൈര നെക്ലസ്, വൈരവള, പട്ടു സാരിയൊക്കെ പൊതച്ച് തല നിറയെ പൂവൊക്കെ വെച്ച് ഒരു തങ്ക വിഗ്രഹം. അപ്പം വലിയ പൊട്ടാ വെച്ചിരുന്നത്. എനിക്ക് 8 വയസ്സേ ഉള്ളു കേട്ടാ. അപ്പം ഞാനിങ്ങനെ മനസ്സിലാലോചിച്ച്, ഞാൻ വലുതായാൽ ഇതുമാതിരി സ്റ്റേജിലിരുന്ന് എനിക്ക് പാടാൻ പറ്റണം. ഇതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല, ഈ വൈരങ്ങളും കാര്യങ്ങളും ഒന്നും. അറ്റ്ലീസ്റ്റ് പൊട്ടെങ്കിലും വെക്കണ്ടേ. അങ്ങനെ വേറൊരു പ്രതിഭയെ കണ്ട് അങ്ങനെയാണ് ഈ വലിയ പൊട്ട്. അങ്ങനെ പൊന്നമ്മയുടെ നെറ്റിയിൽ ആ വട്ടപ്പൊട്ട് സ്ഥാനം പിടിച്ചു. പിന്നീട് ആ ചുവപ്പ് വട്ടം മലയാളിയുടെ മനസ്സിലും. റിസർച്ച് ഡെസ്ക് 24. ഇനി ശിരൂരിലേക്കാണ്. മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള വിശദമായ തിരച്ചിൽ ഇന്ന് തുടങ്ങും. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ പ്രാഥമിക തിരച്ചിൽ ആരംഭിച്ചിരുന്നു. നാവികസേനയുടെ പരിശോധനയിൽ അടയാളപ്പെടുത്തിയ സ്പോട്ടിലെ മണ്ണും കല്ലുകളുമായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് ആദ്യം നീക്കുക. ശിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഇന്നലത്തേതിനേക്കാൾ അപ്പുറത്തേക്ക് കൂടുതൽ ആഴത്തിലേക്ക് വിശദമായ ഏരിയയിലേക്ക് ഇന്ന് പരിശോധന നടക്കുമല്ലോ. എപ്പോൾ ആയിരിക്കും ഇന്നത്തെ ഡ്രഡ്ജർ വെച്ചുള്ള പരിശോധന ആരംഭിക്കുക? ഗോകുൽ, ഇന്ന് 8 മണിയോടെ തന്നെ തെരച്ചിൽ ആരംഭിക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ ഏറെ വൈകിയാണ് ഡ്രഡ്ജർ ഈ ശിരൂരിലെ ഈ ദൗത്യ മേഖലയിലേക്ക് എത്തിച്ചത്. ഇന്നലെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രാഥമികമായിട്ടുള്ള ഒരു തെരച്ചിൽ മാത്രമേ ഇന്നലെ നടത്തിയിട്ടുള്ളൂ. ഏകദേശം ഒരു 45 മിനിറ്റ് മാത്രമാണ് തെരച്ചിൽ നടത്തിയത്.
അതും നേരത്തെ നാവികസേനയെ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് തെരച്ചിൽ നടത്തിയത്. ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ വിശദമായിട്ടുള്ള തെരച്ചിൽ ഉണ്ടാവുക. കാരണം നേരത്തെ തന്നെ അവിടുന്ന് ഈ ലോറിയുടെ പാർട്സും ചില കയറിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. ഇന്നലെ പ്രാഥമികമായിട്ടുള്ള തെരച്ചിൽ നടത്തുമ്പോഴും അവിടെ നിന്ന് ഒരു ലോഹഭാഗവും ഒരു കയറും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള വിശദമായിട്ടുള്ള തെരച്ചിൽ നടക്കുക. ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെയുള്ള സംഘം, ഈശ്വർ മാൽപ്പെ ഇന്ന് ഈ തെരച്ചിലിൻ്റെ ഭാഗമാകും. അതായത് ഡ്രഡ്ജിങ് സംഘത്തിനൊപ്പം ഈശ്വർ മാൽപ്പയും പുഴയിലിറങ്ങി പരിശോധന നടത്തും എന്നതാണ് അദ്ദേഹം അല്പസമയം നമ്മോട് പ്രതികരിച്ചത്. ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയിട്ടുമുണ്ട്. എന്തായാലും കാലാവസ്ഥ അനുകൂലമാണ്. ഇന്ന് വിശദമായിട്ടുള്ള തെരച്ചിൽ തന്നെ നടക്കും. ഈ വേലി ഇറക്ക സമയത്തായിരിക്കും കൂടുതൽ ഡ്രഡ്ജിങ് ഉണ്ടാവുക എന്നതാണ് നമുക്ക് ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനെ കാണുന്നത്. ഇതൊരു അവസാന ശ്രമം എന്ന രീതിയിലാണ് കളക്ടർ നമ്മോട് പ്രതികരിച്ചത്. അർജുൻ്റെ സഹോദരി അഞ്ജു ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനെ നോക്കിക്കാണുന്നത്. കണ്ടെത്താനുള്ള അവസാന ശ്രമം എന്ന നിലയിലാണ് സംവിധാനങ്ങൾ. ജില്ലാ ഭരണകൂടം അടക്കം ഈ ഡ്രഡ്ജർ എത്തിച്ചുള്ള പരിശോധനയെ കാണുന്നത്. പ്രതീക്ഷയോടെ അർജുൻ്റെ കുടുംബാംഗങ്ങൾ സഹോദരി അടക്കം അങ്ങോട്ടേക്ക് ഷിരൂരിലേക്ക് എത്തിയിട്ടുമുണ്ട്. പ്രഭാത വാർത്തയിലേക്ക് വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയിലെ ആദ്യഘട്ട പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെട്ട 1202 കോടി രൂപയിൽ തീരുമാനമെടുക്കാതെ കേന്ദ്ര സർക്കാർ. വിശദമായ മെമ്മോറാണ്ടം നൽകിയതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വയനാട്ടിലെത്തി എല്ലാ സഹായവും നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും 41 ദിവസത്തിന് ശേഷവും 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ദുരന്തഭൂമി കണ്ട് പ്രധാനമന്ത്രി മടങ്ങിയതിന് പിന്നാലെയാണ് കേരളം വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. ആദ്യഘട്ട ധനസഹായമെന്ന നിലയിൽ കേരളം ചോദിച്ചത് 1202 കോടി രൂപ. ദുരന്തത്തിലുണ്ടായ നഷ്ടം, ദുരന്ത പ്രതികരണം, നിവാരണം എന്നിവ കണക്കാക്കിയാണ് സംസ്ഥാന സർക്കാർ മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടും കാര്യങ്ങൾ ധരിപ്പിച്ചു. എന്നാൽ ദുരന്തം നടന്ന് 52 ദിവസമായിട്ടും ഒരു തീരുമാനവും കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ല. വയനാട് ദുരന്ത പുനരധിവാസത്തിന്റെ പേരിൽ 1 രൂപ പോലും സംസ്ഥാനത്തിന് നൽകിയിട്ടുമില്ല. പ്രധാനമന്ത്രിക്ക് പിന്നാലെ വയനാട് സന്ദർശിച്ചു മടങ്ങിയ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ ശുപാർശയിലും തുടർ നടപടികളും എങ്ങുമെത്താത്ത അവസ്ഥയാണ്. കേന്ദ്ര സഹായത്തിന് അപേക്ഷ സമർപ്പിച്ചാൽ ആവശ്യപ്പെട്ടതിന്റെ 1/3 പോലും കിട്ടാറില്ലെന്നതാണ് പലപ്പോഴും കേരളത്തിന്റെ അനുഭവം. പ്രളയകാലത്ത് ആദ്യഘട്ട സഹായമായി 271 കോടി ആവശ്യപ്പെട്ട കേരളത്തിന് കേന്ദ്രം നൽകിയത് വെറും 70 കോടി രൂപയാണ്. 24 തിരുവനന്തപുരം. ഇടുക്കി ചിന്നക്കനാലിൽ ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകി പഞ്ചായത്ത് സെക്രട്ടറി. റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി പ്രവർത്തനം നിർത്തിവെച്ച 5 കെട്ടിടങ്ങൾക്കാണ് തദ്ദേശ സ്ഥാപനം അനുമതി നൽകിയത്. ഇടുക്കി ജില്ലയിലെ 57 കെട്ടിടങ്ങൾക്കാണ് നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് 2023 സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഈ കെട്ടിടങ്ങളിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും പാടില്ല എന്ന് ഹൈക്കോടതി വിധിയും നിലവിലുണ്ട്. ഈ വിധി മറികടന്നാണ് ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടി. റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത 7 കെട്ടിടങ്ങളിൽ 5 എണ്ണത്തിന് അതേ സെക്രട്ടറി തന്നെ പ്രവർത്തനാനുമതിയും നൽകിയിരിക്കുന്നു. സെക്രട്ടറിയുടെ നടപടി പരിശോധിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മറുപടി. ഇതുപോലെ അനധികൃതമായിട്ട് കൊടുക്കുന്നതായിട്ട് ഇങ്ങനെ ഒരു ആരോപണമൊക്കെ പൊതുവെ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി ഇതുവരെ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരാൾക്ക് വെച്ച് രേഖകളെല്ലാം എടുക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ മാത്രം ഉദ്യോഗസ്ഥന്മാരെ നമ്മളത് ശ്രദ്ധപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കോടതി വിധിയെപ്പറ്റി അറിവില്ലായിരുന്നു എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം. അതേസമയം സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ തുടർ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് റവന്യൂ വകുപ്പ്. 24 ഇടുക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗൗരവ സ്വഭാവമുള്ള മൊഴി നൽകിയവരെ ബന്ധപ്പെടാനുള്ള നടപടികൾ വേഗത്തിലാക്കി പ്രത്യേക അന്വേഷണ സംഘം. ഗൗരവ സ്വഭാവമുള്ളതും കേസെടുക്കാൻ കഴിയുന്നതുമെന്ന് അന്വേഷണ സംഘം വിലയിരുത്തിയ മൊഴികൾ നൽകിയ 20 പേരെ ഉടൻ തന്നെ നേരിട്ട് ബന്ധപ്പെടാനാണ് സാധ്യത. പേരും മേൽവിലാസവും വെളിപ്പെടുത്താത്തവരെ കണ്ടെത്താൻ ഹേമ കമ്മിറ്റിയുടെയോ സർക്കാരിന്റെയോ സഹായം തേടും. മൊഴി നൽകിയവരുടെ സമ്മതത്തോടെയാകും അന്വേഷണ സംഘം നടപടിയെടുക്കുക. അടുത്ത മാസം 3-ന് ഹൈക്കോടതി കേസ് പരിഗണിക്കാനിരിക്കെയാണ് അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കുന്നത്. മലപ്പുറത്തെ എംപോക്സ് ആശങ്ക അകലുന്നു. വ്യാപനശേഷി കുറഞ്ഞ 2B വകഭേദമാണെന്ന് കണ്ടെത്തി. ജാഗ്രത തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന 38-കാരന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. അതേസമയം നിപ്പ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് 20 പേരുടെ സ്രവ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. സമ്പർക്ക പട്ടികയിൽ 267 പേരാണുള്ളത്.
കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. രോഗബാധിതരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണം. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടന്നുവരുന്നതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗബാധയ്ക്കിടയാക്കിയതെന്ന് സംശയിക്കുന്ന ജലസ്രോതസ്സുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. മെഡിക്കൽ ഓഫീസർമാരുടെ ജില്ലാതല അവലോകന യോഗത്തിൽ നിലവിലെ സ്ഥിതിഗതികളും പ്രതിരോധ പ്രവർത്തനങ്ങളും വിലയിരുത്തി. ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 4:30 സത്യപ്രതിജ്ഞ. സുൽത്താൻപൂരിൽ നിന്നുള്ള MLA മജ്ര മുകേഷ് അലാവത്ത് മന്ത്രിസഭയിൽ പുതുമുഖമായി എത്തും. നിലവിൽ മന്ത്രിമാരായ സൗരഭ് ഭരദ്വാജ്, കൈലാഷ് ഗെലോട്ട്, ഗോപാൽ റായ്, ഇമ്രാൻ ഹുസൈൻ എന്നിവർ മന്ത്രിമാരായി തുടരും. ഡൽഹി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആം ആദ്മി നേതാവ് അതിഷി ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 4:30 രാജ്നിവാസിൽ നടക്കുന്ന ലളിതമായ ചടങ്ങിലാകും സത്യപ്രതിജ്ഞ. സുൽത്താൻപൂർ MLA മജ്ര മുകേഷ് അഹ്ലാവത്ത് മന്ത്രിസഭയിൽ പുതുമുഖമായി എത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ മന്ത്രിസ്ഥാനം രാജിവെച്ച് BSP സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജ്കുമാർ ആനന്ദ് പിന്നീട് BJPയിൽ ചേർന്നിരുന്നു. രാജ്കുമാർ ആനന്ദ് രാജിവെച്ച ഒഴിവിലേക്കാണ് വ്യാപാരിയായ മുകേഷ് കുമാർ അഹ്ലാവത്ത് എത്തുന്നത്. നിലവിൽ മന്ത്രിമാരായ സൗരഭ് ഭരദ്വാജ്, കൈലാഷ് ഗെലോട്ട്, ഗോപാൽ റായ്, ഇമ്രാൻ ഹുസൈൻ എന്നിവർ തുടരും. അതിഷി ഉൾപ്പെടെ 6 മന്ത്രിസഭ. വലിയ മാറ്റങ്ങൾ വകുപ്പുകൾ സംബന്ധിച്ചുണ്ടാകാൻ സാധ്യതയില്ല. നിലവിൽ 14 വകുപ്പുകളാണ് അതിഷി കൈകാര്യം ചെയ്യുന്നത്. ചില വകുപ്പുകൾ മന്ത്രിമാർക്ക് വീതിച്ചു നൽകുമെന്നും സൂചനയുണ്ട്. 24 ഡൽഹി. പ്രഭാത വാർത്തയിലേക്ക് വീണ്ടും. കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ പോലീസ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. പ്രതികളുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച് തെളിവ് കണ്ടെത്തുക എന്നതാണ് പോലീസിന്റെ മുന്നിലുള്ള പ്രധാന ദൗത്യം. അപകടശേഷം പ്രതികൾ വാഹനവുമായി രക്ഷപ്പെട്ടതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നതിലും അന്വേഷണം നടക്കും. അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും 2 സംഘങ്ങളായി തിരിഞ്ഞാകും ചോദ്യം ചെയ്യുക. പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടർക്ക് നീതി തേടിയുള്ള ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം ഇന്ന് ഭാഗികമായി അവസാനിപ്പിക്കും. 41 ദിവസത്തിനു ശേഷമാണ് സമരം അവസാനിപ്പിക്കുന്നത്. ആരോഗ്യവകുപ്പ് ആസ്ഥാനമായ സ്വാസ്ഥ്യ ഭവന് മുന്നിൽ 10 ദിവസമായി നടത്തിയ ധർണയും ഡോക്ടേഴ്സ് അവസാനിപ്പിച്ചു. അടിയന്തര സേവനങ്ങളിൽ മാത്രമാണ് തിരികെ പ്രവേശിക്കുകയെന്നും OP അടക്കമുള്ള സേവനത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും ഡോക്ടേഴ്സ് പ്രഖ്യാപിച്ചു. ജൂനിയർ ഡോക്ടേഴ്സ് സമരം ഭാഗികമായി പിൻവലിച്ചെങ്കിലും ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള പ്രതിഷേധക്കാർ സമരം തുടരും. ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട മൊബൈൽ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്ന് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്ന് CBI കോടതി അറിയിച്ചു. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, SHO അഭിജിത്ത് മോണ്ടൽ എന്നിവരുടെ കസ്റ്റഡി കാലാവധി ബുധനാഴ്ച വരെ നീട്ടി. തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു വിവാദത്തിൽ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരായ വിമർശനം കടുക്കുന്നു. കോൺഗ്രസ് ദേശീയ നേതൃത്വവും ജഗൻമോഹൻ റെഡ്ഡിക്ക് എതിരെ രംഗത്തെത്തി. വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം വേണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ചന്ദ്രബാബു നായിഡു സർക്കാർ ഉടൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും. ക്ഷേത്രം ശുചീകരിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്. അതേസമയം വിഷയത്തെ വളച്ചൊടിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് ജഗൻമോഹൻ റെഡ്ഡി ആരോപിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെയും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ജഗൻമോഹൻ റെഡ്ഡി. കാസർഗോഡ് ഉപ്പളയിൽ വൻ മയക്കുമരുന്ന് വേട്ട. പത്വാടി കൊണ്ടയൂരിലെ വീട്ടിൽ നിന്ന് 3.5 കോടി രൂപ വിലമതിക്കുന്ന MDMAയും 1 കിലോ ബ്രൗൺ ഷുഗറും കഞ്ചാവും പിടികൂടി. അറസ്റ്റിലായ കൊണ്ടയൂർ സ്വദേശി അസ്കർ അലിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസം മേൽപ്പറമ്പ് പോലീസ് MDMAയുമായി പിടികൂടിയ കാസർഗോഡ് സ്വദേശി അബ്ദുൾ റഹ്മാനിൽ നിന്നാണ് വൻ മയക്കുമരുന്ന് ശേഖരത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. കാസർഗോഡ് DYSP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയുമായെത്തി ഉപ്പള കൊണ്ടയൂരിലെ വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു. വീടിനു ചുറ്റും പഴുതടച്ച സുരക്ഷയൊരുക്കിയായിരുന്നു പരിശോധന. പത്തുവടി കൊണ്ടയൂരിലെ വീട്ടിൽ 2ാം നിലയിലാണ് മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത്. ചെറിയ പാക്കറ്റുകളിലായിരുന്നു MDMAയും ബ്രൗൺ ഷുഗറും. 2 കിലോയോളം MDMAയാണ് പോലീസ് പിടിച്ചെടുത്തത്. കൂടാതെ ബ്രൗൺ ഷുഗറും കഞ്ചാവും ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകളും വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. MDMAയ്ക്ക് വിപണിയിൽ 3.5 കോടിയോളം രൂപ വില വരും. സംഭവത്തിൽ പത്തുവടി കൊണ്ടയൂർ സ്വദേശി അസ്കർ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കെത്തിച്ചതാണ് മയക്കുമരുന്നെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 24 കാസർഗോഡ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീഗോകുലം സ്കൂളുകളുടെ വാർഷിക കലോത്സവമായ നവരസ 24-ന് ചൊവ്വാഴ്ച കോഴിക്കോട് തുടക്കമാകും. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 1500ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും.
കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗോകുലം സ്കൂളുകളുടെ വാർഷിക കലോത്സവമാണ് നവരസ. നവരസ കലോത്സവത്തിന്റെ ആദ്യ ദിനം രചനാ മത്സരങ്ങളാണ്. ബുധനാഴ്ചയാണ് ഔപചാരിക ഉദ്ഘാടനം. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ കോഴിക്കോട് MP MK രാഘവൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ സാഹിത്യ പദവി ലഭിച്ച കോഴിക്കോടിനുള്ള അക്ഷരാർപ്പണവും കോഴിക്കോടിന്റെ പ്രിയ എഴുത്തുകാർക്കുള്ള ആദരവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് കലോത്സവം അല്ലെങ്കിൽ CBSE കലോത്സവം പോലെ തന്നെ എല്ലാ ഈവൻറ്റിലും മത്സരങ്ങളുണ്ടാവും. ഗോകുലത്തിൻ്റെ എല്ലാ സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക. ഗോകുലം പബ്ലിക് സ്കൂൾ വെച്ചായിരുന്നു. അത് ഫസ്റ്റ് നവരസയായിരുന്നു കഴിഞ്ഞ വർഷം. ഇത് സെക്കൻഡ് എഡിഷനാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. 26-ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം വടകര MP ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സിനിമാ താരം ഉണ്ണി മുകുന്ദൻ മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ കാലിക്കറ്റ് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ മനോഹരൻ, ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് DGM MK ബൈജു, കലോത്സവ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 24 കോഴിക്കോട്. ഇവിടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.